ജിത്തു ജോസഫ് ഫിലിം നേര് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കംബാക്കിന് വേണ്ടി കാത്തിരുന്ന ആരാധകർക്ക് മുമ്പിലേട്ട് വെച്ച ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ്. അതാണ് നമ്മുടെ ഒരു ജിത്തു ജോസഫ് ചിത്രമായ നേര്. ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഈ സിനിമ. ഒരു 80% ഇത് ആ ഒരു കോർട്ട് റൂമിൽ നടക്കുന്ന ആ ഒരു വിസ്താരത്തിനെ സംബന്ധിച്ചൊരു ഒരു പടമാണ്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ട്രെയിലറിൽ കണ്ട പോലെ തന്നെ തുമ്പ സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരുന്നു, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന്, ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ ക്രൈമിനെ സംബന്ധിച്ചുള്ള ഒരു വാദപ്രതിവാദമാണ് നമ്മുടെ ജയമോഹനൻ വക്കീൽ, നമ്മുടെ ലാലേട്ടൻ. പിന്നെ അതിൽ സിദ്ദിഖ്, പ്രിയാമണി, പിന്നെ അനശ്വര, ജഗദീഷ്, പിന്നെ ഒരു ജഡ്ജിയായിട്ട് വന്നിരുന്നു, കറക്റ്റായിട്ട് പേരറിയില്ല. പിന്നെ ഇതിൻ്റെ എഴുത്ത് ഉൾപ്പെടെ ചെയ്ത നമ്മുടെ ഒരു വക്കീല, പുള്ളിക്കാരുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ് മറന്നുപോയി. ആ ഒരു ലേഡി അതിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഇതിലിപ്പോൾ ഈ ഒരു പടത്തിൽ ക്യാരക്ടറായിട്ട് പുള്ളിക്കാരി, അങ്ങനെ പുള്ളിക്കാരൻ്റെ ജൂനിയറായിട്ട് വന്നത്, എല്ലാ കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. അതിൽ സൂപ്പർ കാസ്റ്റിംഗ് ആണ്. അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ദൃശ്യം 1, 2 അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ത്രില്ലർ മെമ്മറീസ് പോലുള്ള ത്രില്ലർ പടം കണ്ടിട്ട് നിങ്ങളൊരിക്കലും ഈ നേര് എന്ന് പറഞ്ഞ പടത്തിനെ ജഡ്ജ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജഡ്ജ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതിനോട് 100% നീതി പുലർത്തി എന്ന് മാത്രമല്ല, അടുത്തത് എന്താണ്, ഇനി എന്താ അടുത്ത സീൻ എന്തായിരിക്കും പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നതിൽ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ സംവിധായകൻ 100% വിജയിച്ചു. ആ ഒരു സീൻ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന വലിയ രീതിയിലുള്ള ക്യാൻവാസിലുള്ള ഒരു കോർട്ട് റൂം അല്ലെങ്കിൽ ത്രില്ലർ, ഒരു ഇൻവെസ്റ്റ് ത്രില്ലർ, അങ്ങനെ ഒരു ഇതൊന്നുമല്ല. നാട്ടും പുറത്ത് ഈ ഒരു കാലത്ത് നടക്കുന്ന ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട്, അതും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്രൈം, അതിനെ പ്രതിഭാഗം വക്കീലും എന്താ പറയുക വാദിക്കുന്നതും പ്രോസിക്യൂഷൻ വക്കീൽ വാദിക്കുന്നതും തമ്മിലുള്ള ആ ഒരു വാദപ്രതിവാദം, അങ്ങനെയാണ് ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത്. യഥാർത്ഥ കോർട്ട് റൂം എങ്ങനെയാണോ അതേപോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ കോടതി പോയിട്ടില്ല, പക്ഷെ എനിക്ക് കാണുമ്പോൾ എല്ലാ സിനിമയിലും കണ്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കുറച്ച് ലാംഗ്വേജസ് ആൻഡ് കുറച്ച് ആക്ഷൻസ് കാര്യങ്ങളെല്ലാം, കാരണം ഒരു പ്രതി അല്ലെങ്കിൽ ഒരു വാദി പ്രതി ഒരാൾ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് എല്ലാ സിനിമകളിലും വക്കീലിനെ നോക്കിയിട്ടാണ് ഉത്തരം പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ അവർ ആക്ഷൻ കാണിക്കുന്നുണ്ട്, ജഡ്ജിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, അങ്ങനെയുള്ള കുറച്ച് ഫ്രഷ്നെസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഉഗ്രനായിട്ടുണ്ട്. ആ കഥ പറഞ്ഞു പോയ ഒരു ഒഴുക്ക്, അത് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ബേസ്. എഴുത്ത്, ഡയറക്ഷൻ, ഒരു രക്ഷയില്ലാത്ത ഇതാണ്. ഇതിൻ്റെ ഒരു സത്തും കൂടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കതിൽ നമ്മളെ കോർട്ട് റൂമിലെ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ വന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ സ്ക്രീനിൻ്റെ ആവശ്യമായിട്ടുള്ള ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് ചില സമയത്ത് കൈയടിച്ചു പോകും നമ്മൾ. അങ്ങനെയുള്ള ഓരോരോ ഡയലോഗ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോ സീനിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അതിൽ എടുത്തു പറയേണ്ടത് അനശ്വര എന്ന് പറഞ്ഞ ആ ഒരു നടനെ കുറിച്ചാണ്. നമ്മൾ കുറെ തണ്ണീർമത്തം ദിനങ്ങളിൽ തൊട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സൂപ്പർ ശരണ്യ, അതിലെല്ലാം നമുക്കറിയാം നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു കൊച്ചാണ് അനശ്വര. പക്ഷെ ഈ ഒരു സിനിമയിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ. അതിനെ നല്ല രീതിയിൽ എന്താ പറയുക, ഈ ഡയറക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൽ നല്ല രീതിയിൽ അമ്മാതിരി അഭിനയം പറഞ്ഞ അനശ്വരനെ ഒരു രക്ഷയും. നല്ലൊരു നടിയാവും, 100-110% ഉറപ്പോടെ നല്ലൊരു നടിയാവും. പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ സിനിമോട്ടോഗ്രാഫി ഗംഭീരം, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആർട്ട് പിന്നെ അറിയാമല്ലോ, കോടതിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വിട്ടതെല്ലാം സൂപ്പറായിട്ടുണ്ട്. വക്കീൽ, അതിൻ്റെ പ്രതിഭാഗം വക്കീലായിട്ട് നമ്മുടെ എടുത്തു പറയേണ്ടതാണ് സിദ്ദിഖ്. ആള് പിന്നെ 1 കൊടുത്താൽ 100 തിരിച്ചു തരുന്ന ആളാണ്. പിന്നെ പുള്ളിൻ്റെ കാര്യം പറയണ്ട. ഇതിൽ നമുക്ക് എന്താ പറയുക, അരിശം തോന്നിയിട്ട് 2 പൊട്ടിച്ചാൽ കൊള്ളാൻ തോന്നുമല്ലോ, അതേപോലെയാണ്. പക്ഷെ കോടതിയാണ്, അപ്പോൾ കോടതിയിൽ ജയിക്കാൻ വേണ്ടി പലതും പറയും. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഇയാൾക്ക് 2 പൊട്ടിക്കണം തരത്തിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും ആ ഒരു നടൻ്റെ കഴിവാണ്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ നടൻ്റെ കഴിവാണ്.
അഭിനയിച്ച നടൻ്റെ കഴിവ്. എല്ലാവരും അതിന് പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ ത്രില്ലറായിട്ട് പോകുന്നുണ്ട്. ഇതൊരു സാധാ സിനിമയാണ്. അതെ, ഇത് വെറും സാധാ സിനിമയാണ്. പക്ഷെ അടുത്തത് എന്താണെന്ന് നമ്മൾ കാണാൻ ആഗ്രഹിച്ചോട് ഇങ്ങനെ പിടിച്ചിരുത്തി 2.5 മണിക്കൂർ പിടിച്ചിരുത്താൻ പറ്റുന്ന അത്രയും കെൽപ്പുള്ള ഒരു പടമാണ്. സ്ത്രീജനങ്ങൾ എണീറ്റുന്ന് കൈയടിക്കുന്ന ഓരോരോ ഡയലോഗ് വരുമ്പോൾ അടിപൊളി. എന്ന് വെച്ചാൽ മാസ് ഡയലോഗോ മീശ പിരിയോ മുണ്ടും കൊടുത്തിരിക്കലോ ഒന്നുമില്ല അതിൽ, കേട്ടല്ലോ. അതിൻ്റെതായ രീതിയാണ് ഈ ഒരു പടം. അതിൻ്റെതായ എന്ന് വെച്ചാൽ ഓരോരോ കേസിനും ഓരോരോ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊരു ഡിഫറൻറ്റ്, നമ്മൾ കെട്ടുപരിചയം പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്രൈമാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ടിൽ പുള്ളിക്കാരൻ പോകുന്നതും അപ്രതീക്ഷിതമായിട്ടാണ് പുള്ളിക്ക് ഈ കേസ് വന്ന് ചേരുന്നതല്ല. ലാലേട്ടൻ്റെ പ്രത്യേകിച്ച് എനിക്കൊരു ശരീരം ഭയങ്കര രീതിയിൽ അങ്ങോട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് സൂം എന്നാൽ ക്ലോസപ്പിലൊക്കെ കൊണ്ട് ക്യാമറ വയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് അറിയേണ്ടത് ലാലേട്ടൻ്റെ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു തടി കൂടിയതിൻ്റെയാണ് തോന്നുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം, കുറേ സിനിമകൾക്ക് ശേഷം ഒരു കംബാക്ക്. ലാലേട്ടൻ എവിടേക്കും ഇൻഡസ്ട്രിയിൽ നിന്ന് എവിടേക്കും പോയിട്ടില്ല. പക്ഷെ ഒരു ഹിറ്റ് എന്നുള്ളൊരു കംബാക്ക് നമുക്ക് കിട്ടിയതിപ്പോൾ നേരിലൂടെയാണ്. എന്തായാലും നേരിലൂടെ തുടക്കം വെച്ചത് നല്ലതായിട്ടുണ്ട്. അടുത്തത് മലക്കോട്ടെ വാലിബൻ, ബാറോസ്, ലൂസിഫർ, ഇതൊക്കെ വെയിറ്റിംഗ് ആണ്. എല്ലാം വലിയ രീതിയിലുള്ള ക്യാൻവാസിലൂടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം എക്സ്പെക്ട് ചെയ്ത ആ ലാലേട്ടൻ്റെ ആ ഒരു അഭിനയം, ലാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് എല്ലാം നമുക്കത് കിട്ടി. എല്ലാം കഥയും ഡയറക്ഷൻ ചെയ്ത ലെവലുമാണ്. കഥയാണ് ഇതിൻ്റെ മെയിൻ. അറിയാലോ, കഥ എന്ന് പറഞ്ഞ ഒരു സാധനം, ഈ കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. പിന്നെ എടുത്തു വെച്ച രീതി, ഓരോരോ ഷോട്ടുകളും എടുത്തു വെച്ച രീതി എല്ലാം സൂപ്പറായിട്ടുണ്ട്. ജിത്തു ജോസഫിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ. നേരോടെ നിർഭയം നിരന്തരം, അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ചബിളാണ്. ഈ ഒരു കാലഘട്ടം നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്.